ഹലോ എവറി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി രണ്ട് ഇൻഡെക്സിൻ്റെ നമ്മൾ നാളത്തെ ലെവൽ ഡിസ്കസ് ചെയ്യാറുണ്ട് ഇൻട്രാഡേ പർപ്പസ്. ഓക്കെ, ഞാൻ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസിനാണ്. നമ്മൾ പഠിക്കാം, നന്നായിട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് പഠിച്ചിട്ട് ചാർട്ട് എങ്ങനെയാണ് നമ്മൾ ചാർട്ടിൽ വരയ്ക്കാനും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ പഠിക്കുക കേട്ടോ. സോ നമ്മൾ വീഡിയോയിൽ കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഇന്ന് ബാങ്ക് നിഫ്റ്റിയാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് റീസൺ എന്താ, ബാങ്ക് നിഫ്റ്റി പെർഫെക്റ്റ് നമ്മുടെ ഡേ ലോ പെർഫെക്റ്റ് പെർഫെക്റ്റ് ഡേ ലോ ആണ്. നമ്മൾ ഇന്നും ബാങ്ക് നിഫ്റ്റി അടിച്ചിട്ട് മുകളിലേക്ക് എക്സാക്റ്റ് റാലി എങ്ങനെ ഒരു വൺ ഷോട്ട് റാലിയാണ് പറയുന്നത്. കാരണം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ പെർഫെക്റ്റ്ലി ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ 50,400 and 350 വെറും ഈ 50 പോയിൻറ്റ്സിൻ്റെ റേഞ്ച് ആണ് ബൈയിങ് സോണാണ്. നമ്മുടെ നല്ലൊരു ബൈയിങ് സോൺ, നല്ല സപ്പോർട്ട് സോണാണ്. പിന്നെ ഡൈവർജൻസ് ഉണ്ട്. സോ ഈ സോണിൽ വന്നാൽ വീണ്ടും ബൈ ആയിരിക്കും. ഇന്ന് കാലത്തെ തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ താഴേക്ക് വന്ന് മുകളിലേക്ക് പോയിട്ട് കറക്റ്റ് നമ്മുടെ റെസിസ്റ്റൻസ് നോക്കിക്കോ. ഇത്ര ക്ലിയർ ആയിട്ട് നമ്മുടെ റെസിസ്റ്റൻസ് വർക്ക് ചെയ്യുന്നു. താഴെ മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴേക്ക് വന്നു. ബട്ട് റെസിസ്റ്റൻസ് എടുത്തത് നമ്മുടെ ഈ ലെവൽ തന്നെയാണ്, 50,950. സെക്കൻഡ് ലെവൽ നമ്മൾ 51,065 ആയിരുന്നു. രണ്ട് റെസിസ്റ്റൻസ് ആൻഡ് ക്ലോസിങ് അതിൻ്റെ അബവ് ആണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. റൈറ്റ്, ഈ നെക്സ്റ്റ് റെസിസ്റ്റൻസ് 51,250. സോ ലെവൽസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ല ട്രേഡ് നമുക്ക് പിടിക്കാൻ പറ്റും. കാലത്തെ ഇന്ന് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ കണ്ടോ, ഫസ്റ്റ് ക്യാൻഡിൽ താഴെ ഇവിടെ വന്ന് കൺസോളിഡേറ്റ് ആൻഡ് ദെൻ ഈ ഫോർത്ത് ക്യാൻഡിൽ മാർബോസ് ക്യാൻഡിൽ എന്ന് പറയില്ലേ നമ്മൾ, മാർബോസ് ക്യാൻഡിൽ, അതാണ് ഇത് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ മുകളിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ BOS നമ്മൾ പറയൂലേ, അതായി താഴേക്ക് ഒരു റീട്രേസ്മെൻറ്റ് കിട്ടുമ്പോൾ എന്നുള്ളത് ശരിക്കും അത് ബൈ ആയിരുന്നു. ഓക്കെ, സപ്പോർട്ട് ലെവലിൽ നന്നായിട്ട് വർക്ക് നമ്മൾ ലെവൽസ് വർക്ക് ചെയ്യാറുണ്ട്. നമ്മൾ നന്നായിട്ട് ട്രേഡ് നോക്കി ഇങ്ങനെ എടുക്കുക കേട്ടോ. സോ ഇനി നമ്മുടെ ബാങ്ക് നിഫ്റ്റി നല്ല ഒരു ബൗൺസ് ഞാൻ എക്സ്പെക്ട് ചെയ്ത ഫിബൊനാച്ചി വെച്ചിട്ടാണ് ഞാൻ ആക്ച്വലി അന്ന് ആ ലെവൽ ഡിസ്കസ് ചെയ്തത്. റീസൺ ഫിബൊനാച്ചിയുടെ ലാസ്റ്റ് പോയിന്റിലാണ് ബാങ്ക് നിഫ്റ്റി. അവിടെ നിന്ന് എക്സാക്ട് ഞാൻ വീണ്ടും കാണിച്ചു തരാം. ആ ലെഗ് 1 hour ചാർട്ടിലാണ് നമ്മൾ ആ ലെഗ് പിടിച്ചത്. ടോപ്പിന് താഴേക്ക് ഈ ലോ. ഓക്കെ, ഇതാണ് നമ്മൾ പിടിച്ചേക്കുന്നത്. റൈറ്റ്, യെസ്, കണ്ടോ ഇവിടെ ക്ലിയർ ആയിട്ട് ഈ ലോ ആൻഡ് ദെൻ ആ ഒരു ടോപ്പ്. റൈറ്റ്, ഈ ഒരു ടോപ്പ് ആൻഡ് താഴത്തെ ലോ, ഈ രണ്ട് പിടിച്ചിട്ടാണ് നമ്മൾ അന്ന് ആ ലെഗ് കറക്റ്റായിട്ട് പിടിച്ച് നമ്മൾ പറഞ്ഞ് ബാങ്ക് നിഫ്റ്റി കറക്റ്റ് ബൗൺസ് ലെവലാണ്. കറക്റ്റ് ഇവിടുന്ന് ബൗൺസ് എടുക്കും. ഓക്കെ, ഈ ഏരിയ ബൗൺസ് സോണാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലാസ്റ്റ് ആണ്. ഇവിടുന്ന് ഇവർക്ക് ബുൾസ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ അവർ ബൗൺസ് ചെയ്യും. ഓക്കെ, കാരണം മീൻസ് ഇതിൻ്റെ ബിലോ പിന്നെ സെല്ലർസ് അഗ്രസീവ് ആവും. അതാണ് അതിൻ്റെ ഉദ്ദേശം. പിന്നെ ഞാൻ ലെവൽ എന്തിനാണ് കൊടുത്തത്, ഇനി ശരിക്കും ഇതിനകത്ത് ഫിബൊനാച്ചിയിൽ കാണിക്കുന്നത് 50,460 ആണല്ലോ ഗോൾഡൻ റേഷ്യോ. ബട്ട് നമ്മുടെ ലെവൽ എന്തിനാ വ്യത്യാസം, ചെറിയൊരു കുറച്ചുകൂടി താഴെ എന്തിനാ ഉണ്ടായിരുന്നു എന്ന് റീസൺ ഈ ലെവൽ ഇവിടെ കണ്ടോ, ഇവിടെ കൺസോളിഡേഷൻ നടന്നു, ഫ്രഷ് ബൈയിങ് പിൻ ബാർ ആൻഡ് ദെൻ ഈ ഒരു ക്യാൻഡിൽ കണ്ടോ 1 hour ചാർട്ടിലാണ്. സോ കൺസോളിഡേഷൻ ഏരിയ നല്ലൊരു ബൈയിങ് സോൺ തന്നെ ആയിരുന്നു. ഉദ്ദേശിക്കുന്ന ലെവൽ എന്തായിരുന്നു, നമ്മുടെ ഈ ഒരു ഹാമറുടെ ലോ, റൈറ്റ്, പിന്നെ ഫ്രഷ് ബൈയിങ്. അതുകൊണ്ടാണ് കുറച്ചുകൂടി കൂടുതൽ പ്രിഫേർഡ് ചെയ്തത് ഞാൻ. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ബിൽ ബൗൺസ് തന്നിട്ടുണ്ട്. ബട്ട് ഈ ഒരു റെഡ് ക്യാൻഡിൽ കണ്ടോ, ഇതിൻ്റെ ഈ വിഗ് കണ്ടോ, ഇത് ഫ്രഷ് സെല്ലിംഗ് സോണാണ്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി എപ്പോഴേ ഇവിടെ വന്നാൽ ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഞാനൊരു ബോക്സ് ആയിട്ട് ഇത് മാർക്ക് ചെയ്ത് തന്നേക്കാം. ഇത് ബാങ്ക് നിഫ്റ്റി എന്നാണ് ഇവിടെ ടച്ച് ചെയ്യുന്നത്, ദിസ് ഏരിയ. സോ ഇതൊരു സെല്ലിംഗ് സോൺ ആയിരിക്കും ബാങ്ക് നിഫ്റ്റിക്ക് നാളെ. റൈറ്റ്, ഇപ്പോൾ സെല്ലിംഗ് സോണിൽ കയറി വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഒരു ട്രെൻഡ് ലൈൻ, ഫസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ബാങ്ക് നിഫ്റ്റിയിൽ. സോ നമ്മൾ ഇതൊക്കെ മാർക്ക് ചെയ്ത് വെക്കണം. യെസ്, റൈറ്റ്. ഓക്കെ, സോ ഓവറോൾ നമുക്ക് സ്ട്രക്ചർ മനസ്സിലാക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് നമ്മുടെ ലെവലിൽ 51,260 ആണ്. ദെൻ മുകളിലത്തെ 51,380. ഓക്കെ, സോ ഇത് നല്ല ഒരു സെല്ലിംഗ് സോൺ തന്നെ ആയിരിക്കുള്ളൂ മുകളിൽ ബാങ്ക് നിഫ്റ്റിക്ക് നാളെ. സെല്ലിംഗ് സോൺ എന്ന് പറഞ്ഞാൽ പ്രഷർ ഉണ്ടാവും, സെല്ലിംഗ് പ്രഷർ തീർച്ചയായിട്ടും ഉണ്ടാവും. ചിലപ്പോൾ നാളെ ബാങ്ക് നിഫ്റ്റി ചിലപ്പോൾ പറയാം ഓപ്പണിംഗ് ഗ്യാപ്പ് ഇതിൻ്റെ അബവ്, ബട്ട് 50,350, 380 or 400 വാങ്ങിച്ചു. 51,400 അബവ് വല്ല ഓപ്പണിംഗ് ആണെങ്കിൽ ഓർ സസ്റ്റെയിൻ ചെയ്താൽ പ്രൈസ് ഷോർട്ട് കവറിംഗ് പോലെ വരാൻ ചാൻസസ് കൂടുതലുണ്ടാവും കേട്ടോ. കാരണം ഇവിടെ ഈ ഇരിക്കുന്ന ഫ്രഷ് സെല്ലർ, ഈ വീക്കിൻ്റെ ഫ്രഷ് സെല്ലർ അതിൻ്റെ അബവ് ഓപ്പണിംഗ് ആയി. സെക്കൻഡ് ഈ ട്രെൻഡ് ലൈൻ അതിൻ്റെ അബവ് കൂടി ഓപ്പണിംഗ് ചെയ്യും. സോ ബാങ്ക് നിഫ്റ്റി വീണ്ടും ഷോർട്ട് ചെയ്യാൻ തുടങ്ങും, മീൻസ് ബാങ്ക് നിഫ്റ്റി വീണ്ടും ഷോർട്ട് കവറിങ് തുടങ്ങും കേട്ടോ. സോ അത് നല്ല ഹ്യൂജ് ആയിരിക്കുള്ളൂ. സോ കയറി സൂക്ഷിക്കണം. നാളത്തെ ഓപ്പണിംഗ് എങ്ങനെയാണ് അത് നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. നാളെ ചെറിയ ഇതിൻ്റെ അബവ് ഓപ്പണിംഗ് ഇല്ലെങ്കിൽ 51,400
ഈ ഒരു റേഞ്ച് റേറ്റ് സോണിലാണെങ്കിൽ സോ ഇവിടെ കൺസോളിഡേഷൻ ചെറിയൊരു സെൽ ഓഫ് അങ്ങനെയൊക്കെ ആയിരിക്കും. ദാറ്റ് മീൻസ് സെല്ലിംഗ് സോണാണ്. ബാങ്ക് നിഫ്റ്റി നാളെ വലിയ കാര്യമായിട്ട് നടക്കത്തില്ല, കാരണം നിഫ്റ്റിയുടെ കൂടി എക്സ്പയറി ആണ്. സോ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ബാക്കി ഇൻഡെക്സ് ചിലപ്പോൾ പെർഫോം ചെയ്യും. ബാക്കി ഇൻഡെക്സ് നമ്മുടെ നിഫ്റ്റി പിന്നെ മിഡ് ക്യാപ് നിഫ്റ്റി അങ്ങനെയൊക്കെ പെർഫോം ചെയ്യും. ബാങ്ക് നിഫ്റ്റി വലിയ കാര്യമായിട്ട് ചിലപ്പോൾ പെർഫോം ചെയ്യില്ല, ഒരു ശരി ഡിപ്പൊക്കെ തരും. ഇല്ല ഹ്യൂജ് ഇന്നത്തെ പോലെ ഒരു മൂവ്മെൻറ്റ് ഇതിൻ്റെ ഒരു നമ്മൾ ഇവിടുന്ന് പിടിച്ചൊക്കെ ഒരു 500-600 to 700 പോയിന്റ് ആ റാലി ഇന്ന് അത്രയ്ക്ക് വലിയൊരു റാലി ഇന്ന് തരത്തില്ല. ഇന്നത്തെ പോലത്തെ റാലി നാളെ തരത്തില്ല. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഇനി നമുക്കൊന്നും പറയാനൊന്നുമില്ല. വേറെ ലെവൽസ് ബാങ്ക് നിഫ്റ്റിയിലില്ല. പിന്നെ താഴത്തെ വലിയ ലെവൽസ് വേണമെങ്കിൽ നമുക്ക് 15 മിനിറ്റ്സ് ചാർട്ടിൽ ഒന്നുകൂടി നമുക്ക് നോക്കാം കേട്ടോ. 15 മിനിറ്റ്സ് ചാർട്ട് നമുക്ക് പോകാം. യെസ്, ഓക്കെ, പോയി ഒരു ലെവൽ ഇത് മാർക്ക് ചെയ്ത് വെച്ചോളൂ. 50,680. ഓക്കെ, 50,680. യെസ്, ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ എനിക്ക്. ഓക്കെ, ഏട്ടെ അതൊരു ഗ്രീൻ തന്നെ. ഇനി ബാക്കിയെല്ലാം ഗ്രീനായി, കാരണം ബാക്കിയെല്ലാം സപ്പോർട്ടായിട്ടാണ് മാറിയേക്കുന്നത്. ഓക്കെ, ഈ പ്രൈസ് ഇതിൻ്റെ അബവ് പോയല്ലോ, സോ നമുക്ക് അതൊക്കെ എല്ലാം ഗ്രീനായി. സോ ഇത് കൂടി ഗ്രീനാണ് കേട്ടോ, കാരണം പ്രൈസ് ഇതിൻ്റെ അബവ് ആണ് സസ്റ്റെയിൻ ആയി കിടക്കുന്നത്. റൈറ്റ്, സോ മാക്സിമം ചാൻസസ് ഉണ്ടാണ് പോസിറ്റീവ് ഓപ്പണിംഗ്. ബട്ട് 51,380 or 400 അബവ് സസ്റ്റെയിൻ ചെയ്യാൻ ബാങ്ക് നിഫ്റ്റി നന്നായിട്ട് പെർഫോം ചെയ്യും. സോ നമ്മൾ നോക്കണം. മുകളിലത്തെ ലെവൽസ് കൂടി ഞാൻ തന്നേക്കാം. യെസ്, നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ 51,500 പെർഫെക്റ്റ്, അത് റെഡ് ആക്കാം. പിന്നെ 51,600 and 650 ഈ ഒരു ഏരിയ കൂടി ഈ വീക്കെൻഡ് മുകളിലത്തെ ടോപ്പ് 600 കൂടി വെക്കണം. യെസ്, അടുപ്പിച്ചടുപ്പ് റെസിസ്റ്റൻസ് ഉണ്ട്. 550 and 640. ഓക്കെ, സോ നമ്മൾ ഇതൊന്ന് മാർക്ക് ചെയ്ത് നാളെ 51,400 സസ്റ്റെയിൻ ആയാൽ ദെൻ സോ പ്രൈസ് ഇവിടെ പോയിട്ട് ചിലപ്പോൾ വീണ്ടും ഒരു ഡിപ്പ് തരും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ലെവൽസ് ഞാൻ അത്യാവശ്യം നല്ല ലെവൽസ് ഞാൻ തന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടുവാണെങ്കിൽ മോർണിംഗിൽ ഒരു ട്രേഡ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ റേഞ്ചിലെല്ലാം പോയി കഴിഞ്ഞാൽ നല്ലൊരു പ്രഷർ എന്തായാലും ജനറേറ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഇതൊക്കെ എല്ലാം അടിച്ചിട്ട് മുകളിലേക്ക് ഷോർട്ട് കവറിങ് തരും. പക്ഷേ പ്രൈസ് സസ്റ്റെയിൻ ആവണം, എന്നിട്ടേ നമുക്ക് ബാക്കി ഓവറോൾ പറയാൻ പറ്റുള്ളൂ. നാളെ 51,400 അബവ് സസ്റ്റെയിൻ ആവണം, എന്നിട്ട് ആ ബാക്കി എല്ലാം കൂടി ഷോർട്ട് കവറിങ് പോലെ. ഇനി നമ്മുടെ നിഫ്റ്റിയിലേക്ക് കിടക്കാം. ഓക്കെ, വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, എല്ലാവരും കൂടി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയിലേക്ക് കിടക്കാം. നിഫ്റ്റിയിൽ ഞാൻ കൊടുത്ത അന്ന് പീനൻ്റ് പാറ്റേൺ ആയിരുന്നു ഞാൻ കൊടുത്ത ലെവൽ 50 ഇയേഴ്സ്. സോ പ്രൈസ് താഴേക്ക് വന്നു, ദെൻ ആണ് അവർ ട്രാപ്പ് ചെയ്തിട്ട്, ബട്ട് എക്സാക്ട് ആ ഒരു ഏരിയ ഡേയിലോ തന്നെ ആയിരുന്നു. അവിടെ നിന്ന് കറക്റ്റ് അവിടെ താഴെ നിന്ന് മുകളിലേക്ക് പ്രൈസ് മുകളിലേക്ക് അങ്ങനെ അടിച്ച് കയറ്റി കൊണ്ടുപോയി. ബട്ട് അതിൽ ഒരു സംഭവം എനിക്ക് കാണിക്കാനുണ്ടായിരുന്നു. 30 മിനിറ്റ്സ് ആണെങ്കിൽ നമ്മൾ പോകണമെങ്കിലുണ്ടല്ലോ, 30 മിനിറ്റ്സ് അതിൽ എന്തായി സംഭവം, ഇതൊരു ഓൾമോസ്റ്റ് ഒരു പിൻ ബാർ തന്നെയാണ് 30 മിനിറ്റ്സ് അതിൽ. സോ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും നമ്മുടെ പ്രൈസ് ഇവിടുന്ന് അവർ നന്നായിട്ട് പോക്കിയിട്ടുണ്ട് പ്രൈസ്. സോ അതും നല്ലൊരു ട്രേഡ് ആയിരുന്നു. ട്രാപ്പി ട്രേഡ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ. റീസൺ നമ്മുടെ പീനൻ്റ് പാറ്റേൺ ബ്രേക്ക് ഔട്ട് തന്നിട്ട് പിന്നെ ബ്രേക്ക് ഡൗൺ, ദെൻ ആണ് പ്രൈസ് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോയത്. ബട്ട് അത് നല്ല ഒരു സൈനായിരുന്നു. നിഫ്റ്റി ഇവിടെയും ബൈ ആണ്, അത് ഞാൻ റീസൺ പറഞ്ഞായിരുന്നല്ലോ. ഇതിൻ്റെ നമ്മുടെ നിഫ്റ്റിയുടെ 1 hour ചാർട്ടിൽ നമ്മൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. നിഫ്റ്റി നല്ല ബുള്ളിഷ് പോലെ തോന്നുന്നുണ്ട്. റീസൺ നിഫ്റ്റിയുടെ നമ്മൾ 1 hour അല്ല, നമ്മൾ വണ്ടിയിലാക്കി എടുക്കാം. വണ്ടിയിൽ കുറച്ചുകൂടി ഈസിലി നമ്മുടെ ഈ ലാസ്റ്റ് ലെഗ്. ഓക്കെ, ഇതിൽ ഞാൻ ഫിബൊനാച്ചി വെച്ചിട്ട് ഞാൻ കാണിച്ചായിരുന്നു. ഫിബോ ട്രീറ്റ്മെൻറ്റ് ടോപ്പ് ആൻഡ് ദ ലെഗ്. അതിൽ ഞാൻ എന്താ പറഞ്ഞായിരുന്നു, നമ്മുടെ നിഫ്റ്റിയിൽ നിഫ്റ്റി ബൈയിങ് സോൺ തന്നെയാണ്. അതിൻ്റെ ലെവൽ 24,780 ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റേഷ്യോ ഇത് ബുള്ളിഷ് സോണാണ്. ഇതൊക്കെ ഫുള്ളി ഇവിടുന്ന് ബുൾസ് ഇവിടുന്ന് അറ്റാക്ക് ചെയ്യും ഈ ഏരിയ 24,780. യെസ്, ഒരു 10-20 പോയിൻറ്റ്സ് താഴേക്ക് പോയി. ബട്ട് സഡൻ അവർ പ്രൈസ് അവിടുന്ന് മുകളിൽ പോയി. അതുകൊണ്ടാണ് ഞാൻ 2 ഇൻഡെക്സിൽ ബുള്ളിഷ് ആയിരുന്നു, ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റിയിൽ. നിഫ്റ്റിയിൽ ഞാൻ കുറച്ചുകൂടി ബുള്ളിഷ് ആയിരുന്നു. ബട്ട് ഇന്നവർ നിഫ്റ്റിയിൽ ചെറിയൊരു ട്രാപ്പ് കാണിച്ചിട്ടാണ് മുകളിലേക്ക് കൊണ്ടുപോയത്. അത് റീസൺ തന്നെയാണ്. ബട്ട് അതിൽ ഡൈവർജൻസ് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ അത്രയ്ക്ക് ബുള്ളിഷ് നിഫ്റ്റിയിൽ കൂടുതലായിരുന്നു. നിഫ്റ്റിയിൽ നമ്മൾ RSI നമ്മൾ നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഇതിങ്ങനെ ഒരു പ്രൈസ് സെക്ഷനിൽ നമ്മൾ പ്രൈസ് നോക്കുകയാണെങ്കിൽ പ്രൈസ് താഴേക്കായിരുന്നു. ബട്ട് RSI മുകളിലേക്കായിരുന്നു. ഇപ്പോൾ ഞാൻ RSI ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തില്ല. സോ ഞാൻ എന്തായാലും ലാസ്റ്റ് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് അത് പ്രൈസ് ബുള്ളിഷ് തന്നെയാണ്.
സോ നമ്മുടെ ഇനി നിഫ്റ്റിയുടെ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഇനി നമുക്ക് നോക്കാം. യെസ്, നാളെ നമ്മുടെ നിഫ്റ്റി ഇനി ഈ ഒരു ലെവൽ, ഓക്കെ, ഈ ഒരു ലെവൽ യെസ് ഇൻ അടിച്ച ഹൈ ഇതിൻ്റെ അബവ് കിട്ടുവാണെങ്കിൽ 25,000 നമ്മുടെ റൗണ്ട് ബാക്കി ലെവൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ളതാണ്, ബാക്കി നമുക്ക് നോക്കാനില്ല. ബട്ട് 25,950 ഇതിൻ്റെ അബവ് പ്രൈസ് ഈ ഒരു ഹൈ റൈറ്റ്, ഈ ഒരു ഹൈയുടെ അബവ് 960 ആണ് വരുന്നത്. ഓക്കെ, 960 ആണ് വരുന്നത്. ഇതിൻ്റെ അബവ് നിഫ്റ്റി സസ്റ്റെയിൻ ആയാൽ പ്രൈസ് ഒന്നുകൂടി ഷൂട്ട് ചെയ്യും 25,000 വരെ. 25,000 ബ്രേക്ക് ചെയ്ത് നേരെ മുകളിൽ നമ്മുടെ ആ ബോക്സിലേക്ക് പോകും. ആ ബോക്സ് ഏതാണ്? നമ്മുടെ 1 hour ചാർട്ടിൽ വന്ന ആ ഒരു വിക്ക്, ഫ്രഷ് സെല്ലിങ്ങിൻ്റെ ആ ഒരു വിക്ക് റൈറ്റ്, ഫ്രഷ് സെല്ലിങ്ങിന് ഈ വന്ന വിക്ക്. സോ ഫസ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ വരുന്നത് 25,100. ഇത് മാർക്ക് ചെയ്തേക്കാം നമ്മുടെ റെഡ്. യെസ്, ഓക്കെ. പിന്നെ ആ ഒരു വീക്ക്, ആ വീക്കിൻ്റെ എൻഡ് കൂടി 25,160. ഓക്കെ, 165 ആണ് പറയുന്നത്. 160. യെസ്. സോ 2 റെസിസ്റ്റൻസ് നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ്. 25,000 കഴിഞ്ഞാൽ മേ ബി ചാൻസസ് 24,960 അബവ് സസ്റ്റെയിൻ ആയ പ്രോസസ്. 25,000 ഷൂട്ട്, അത് 25,000 നമുക്ക് ചിലപ്പോൾ അതൊന്നും കാര്യമായിട്ട് റെസിസ്റ്റൻസ് എടുക്കില്ല, ചെറിയൊരു ഡിപ്പ് വരും. ദെൻ അത് കഴിഞ്ഞ് ആ ഡിപ്പ് വന്നിട്ട് വീണ്ടും ആ പ്രൈസ് ഷൂട്ട് ചെയ്യും മുകളിലേക്ക്. ചാൻസസ് കൂടുതലാണ്. 25,080 to 100 ആ ഒരു റേഞ്ച് വരെ പോകാനുള്ള ചാൻസസ് ആണ്. അതിൻ്റെ അപ്പോൾ നാളെ ഞാൻ കാണുന്നില്ല. ചിലപ്പോൾ അവിടുന്ന് ഒരു ചെറിയൊരു സെൽ ഓഫ് കൂടി വീണ്ടും താഴേക്ക് വരും. അങ്ങനെയാണ് ചാൻസസ്. ഓക്കെ, ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ട്രാങ്കിലാണ് ഇപ്പോൾ. ഇത് ഞാൻ വരച്ച് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാം. ഓക്കെ, അപ്പോൾ ഈ ട്രാങ്കിൽ താഴെ വന്നിട്ട് മുകളിലേക്ക് പോകുമോ, മുകളിൽ നിന്ന് താഴേക്ക് വരുമോ, എങ്ങനെയാണ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓവറോൾ ഇപ്പോൾ സ്ട്രക്ചർ ഇതിൻ്റെ അകത്തായിരിക്കും എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഒരു ഞാൻ ഒരു കാൽക്കുലേഷനാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഇതിന് ബ്രേക്ക് ഔട്ട് ആണോ പിന്നെ ബ്രേക്ക് ഡൗൺ ആണോ നമുക്ക് കിട്ടുന്നത്, ബാക്കി ഫർദർ നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓവറോൾ ഇപ്പോൾ സ്ട്രക്ചർ ബുള്ളിഷാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ വീക്ക്നെസ് ഒന്നും വലിയ ഹ്യൂജ് വീക്ക്നെസ് ഒന്നും കാണുന്നില്ല. ബട്ട് യെസ്, ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ കിട്ടിയ പിന്നെ നമുക്ക് പിന്നെ ബ്രേക്ക് ഡൗൺ കിട്ടുവാണെങ്കിൽ പിന്നെ നമുക്കത് വീക്ക് തന്നെ കാണാം. ബട്ട് നാളത്തേക്ക് നമ്മളിപ്പോൾ എന്തായാലും ഒരു ചെറിയ പോസിറ്റീവ് ട്രേഡ് തന്നെ ഐ തിങ്ക് എടുക്കാനുള്ളതാണ് ഇതിനകത്ത്. ഓക്കെ, ഞാൻ കുറച്ച് ബിസിയാണ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.